പൊതുസ്ഥലത്ത് ഇരുമ്പ് പൈപ്പിലൂടെയും മരത്തിലൂടെയും അനധികൃതമായി വൈദ്യുതി കണക്ഷൻ വലിച്ചതിനെതിരെ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആരോപണം. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് സരോവരം ഗ്രൗണ്ടിൽ നടക്കുന്ന എക്സിബിഷന് വേണ്ടി വൈദ്യുതി കണക്ഷൻ വലിച്ചതിനെതിരെയാണ് പരാതി. പൗരാവകാശ സംരക്ഷണ സമിതി പ്രവർത്തകർ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും DGPക്കുമാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിന് സമാനമായ അപകട സാധ്യതയാണ് ഇവിടെയും നിലനിൽക്കുന്നത്. കാറ്റിലും മഴയിലും മരമൊടിഞ്ഞ് വൈദ്യുതി ലൈനിൽ വീണാൽ പ്രദേശമാകെ വൈദ്യുതി വ്യാപിക്കും. ഇത് മുൻനിർത്തി പൗരാവകാശ സംരക്ഷണ സമിതി പ്രവർത്തകർ ആദ്യം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കാണ് പരാതി നൽകിയത്. തുടർന്ന് ഉദ്യോഗസ്ഥർ വൈദ്യുതി ലൈൻ അഴിച്ചുമാറ്റാൻ എക്സിബിഷൻ സംഘാടകർക്ക് നോട്ടീസും നൽകി. അതിന്റെ പകർപ്പ് കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിക്കും ജില്ലാ പോലീസ് മേധാവിക്കും അയച്ചിരുന്നു. എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയിട്ടും അനധികൃത വൈദ്യുത കണക്ഷനുകൾ അഴിച്ചുമാറ്റിയില്ല. ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റുകൾ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ പൊതുനിരത്തിലെ മരങ്ങളിൽ ഈ അനധികൃതമായിട്ട് യാതൊരു നിയമ അനുമതിയും ഇല്ലാതെ മരങ്ങളിൽ ലൈറ്റുകൾ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയായ ഒരു പ്രവൃത്തി ഈ എക്സിബിഷൻ അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കോഴിക്കോട് നടക്കാവ് പോലീസിൽ ഇവിടുത്തെ 2 റെസിഡൻസ് ഇതിനകം പരാതി നൽകിയിട്ടും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ല. തുടർന്ന് കഴിഞ്ഞ 11-ാം തീയതി DGPക്കും പരാതി നൽകി. അതിൽ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് DGP 17-ാം തീയതി നടക്കാവ് പോലീസിന് ഉത്തരവ് നൽകിയെങ്കിലും പരാതിക്കാരനായ സതീഷ് പാറന്നൂരിനെ നടക്കാവ് പോലീസ് ഇതുവരെ ബന്ധപ്പെടുകയോ മൊഴിയെടുക്കുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 17-ാം തീയതി കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിൽ ആ പരാതിയുടെ റെഫറൻസ് എത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വിളിച്ച് അന്വേഷിക്കേണ്ട ഒരു ചുമതല അവിടുത്തെ പോലീസിനുണ്ട്. പക്ഷേ ഇതുവരെ നടക്കാവ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും ഇത് അഴിച്ചു മാറ്റാനുള്ളൊരു നടപടിയും കണ്ടിട്ടില്ല. ജീവന് കനത്ത ഭീഷണി സൃഷ്ടിക്കുന്ന ഇത്തരം സമീപനങ്ങളിൽ അതിവേഗത്തിലുള്ള നടപടി വേണമെന്നും ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും പൗരാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ സതീഷ് പാറന്നൂർ പറഞ്ഞു. ജനം, കോഴിക്കോട്.